എല്ലാവർക്കും നമ്മുടെ കുമ്പഴ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സിൽക്കി ഗിനിപ്പിഗിനെ കുറിച്ചാണ്. ഇത് കണ്ടോ, ഈ കൂട്ടി കാണുന്ന സിൽക്കി ഗിനിപ്പിഗ്, അപ്പുറത്ത് കാണുന്ന ടെഡിയാണ്. ടെഡിയെപ്പറ്റി നമുക്ക് വേറെ ദിവസം വീഡിയോ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി പറയാം. കണ്ടോ, ഇതാണ് നമ്മുടെ സിൽക്കി ഗിനിപ്പിഗ്. ഇവരെക്കുറിച്ച് പറയുമ്പം വളരെ ലെങ്തി ആയിട്ടുള്ള ഹെയറാണ്. നമ്മുടെ ഒരു നോർമൽ ഗിനിപ്പിഗിനെ ഞാൻ കാണിക്കാം. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ആ ഒരു വ്യത്യാസമെന്ന്. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ ഒരു നോർമൽ ഗിനിപ്പിഗാണ്. ജസ്റ്റ് കൂട്ടിയിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ഫീമെയിലാണ്. ഇതാ ഏകദേശം പ്രസവിച്ചിട്ട് നിൽക്കുകയാണ് ഈ ഒരു ഫീമെയിൽ. കൂട്ടി കയറിയപ്പോൾ തന്നെ അവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുന്നു. ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൽക്കിക്കും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ബ്രീഡ് ഗിനിപ്പിഗ്സിനും ഞാൻ കൊടുക്കുന്ന ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എള്ളും പിണ്ണാക്കും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും കൂടെ ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു കുറച്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ട് പിന്നീട് അതിൻ്റെ കൂടെ തന്നെ മറ്റേ തവിട്, 2 തരം തവിടൂടെ മിക്സ് ചെയ്ത് ഇതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും 2, ഇപ്പോൾ ചോളത്തവിടും പിന്നീട് വേറെ ഏതെങ്കിലും തവിടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു ലുക്ക് കാണിക്കാനാണെങ്കിൽ ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചിട്ടതാണ്. ഇതിൻ്റെ ഈ കാണുന്ന ഒരു നോർമൽ ഗിനിപ്പിഗാണ്. നോർമൽ ഗിനിപ്പിഗിൻ്റെയും സിൽക്കിയുടെയും വ്യത്യാസം കണ്ടോ. സിൽക്കിയുടെ ആ ഒരു ഹെയർ ക്വാളിറ്റി കണ്ടാൽ അറിയാം. ഇത്രയും ഹെയർ ക്വാളിറ്റിയാണ് ഉള്ളത് സിൽക്കിക്ക്. കണ്ടോ, ഇവിടെ കൂട്ടിലിട്ടപ്പോഴേ നൈസായിട്ട് അവരുടെ ഫുഡ് കയറി കവർന്ന് കഴിക്കുകയാണ് ആശാന്. നമ്മുടെ ഇതൊക്കെ പുതിയ ബാച്ചാണ്, അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ട് എത്ര ഇണങ്ങിയിട്ടില്ല, ഇണങ്ങി വരണം. ഇതാണ് നമ്മുടെ സിൽക്കി ഗിനിപ്പിഗ്. ഭയങ്കര ക്യൂട്ടാണ്, നല്ല ലെങ്തി ഹെയറാണ്. അത്യാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീകി കൊടുക്കുകയും ഒക്കെ വേണം. ഇവരുടെ ഹെയറൊക്കെ ഒന്ന് ചീകി കൊടുക്കണം. ഇപ്പം മഴക്കാലം ആയപ്പം തണുപ്പിൻ്റെ ആയപ്പം ഇച്ചിരി ഹെയർ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഒന്ന് ചീകി ഒന്ന് ലൂസാക്കണം. കണ്ടോ, ഇതാണ് ആ ഒരു ഹെയർ ക്വാളിറ്റി. അത്യാവശ്യം മാർക്കറ്റിലൊരു പെയറിനൊരു 15,000 രൂപയൊക്കെ ഇപ്പോൾ റേറ്റ് വരുന്നുണ്ട്. അതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫീമെയിൽ. നമുക്ക് ഇവളെ അങ്ങ് മാറ്റിയേക്കാം. ഇവളെ കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി ഞാൻ കൂടിയിട്ടതാണ്. ഇവളെ അങ്ങ് മാറ്റിയേക്കാം. താഴോട്ട് പോകും. നമ്മൾ താഴെ നോർമൽ ഗിനിപ്പിഗിനെ അഴിച്ചു വിട്ടേക്കാം. കണ്ടോ, നോർമൽ ഗിനിപ്പിഗ്സിനെയൊക്കെ നമ്മൾ താഴെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടി ചരുവത്തിൽ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് കയറി കഴിക്കും. വലിഞ്ഞം കയറിക്കോളും, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഗിനിപ്പിഗ് നോർമലിനെയൊക്കെ നമ്മൾ താഴെ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇത് അവരുടെ ബ്രീഡിങ് ഏരിയയാണ്. ഈ പൈപ്പിൻ്റെ അകത്തേക്ക് കയറി പ്രസവിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സിൽക്കി ഗിനിപ്പിഗ്, ഇവരുടെ ആയുസ് വരുന്ന ഏകദേശം 7 വയസ്സ് വരെയൊക്കെയാണ് സിൽക്കി ഗിനിപ്പിഗിൻ്റെ ആയുസ് വരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഒരു സൈസ് പറയുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് 9 ഇഞ്ചൊക്കെയാണ് ഇവരുടെ ഒരു സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന ഗിനിപ്പിഗാണ്. പിന്നീട് ഇപ്പം നോർമലി ഈ അബിസീനിയന്, പിന്നെ പെറൂവിയന്, ടെഡി, അങ്ങനെ പല പല ഇനങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെയെന്ന് വെച്ചാൽ ഹെയർ വരുന്ന ഏകദേശം ഈ ചുഴികളായിട്ടാണ്, ഇങ്ങനെ ഓരോ ചുഴികളായിട്ടാണ് അവരുടെയൊക്കെ ഹെയർ വരുന്നത്. പക്ഷേ ഈ ഒരു സിൽക്കിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെങ്തി ഹെയർ ആയിരിക്കും, നീളത്തിൽ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കിട്ടാനും വളരെ പാടാണ്, എല്ലായിടത്തൊന്നും ഇല്ല. അപ്പോൾ അതാണ് നമ്മുടെ സിൽക്കിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക് യു.